ശ്രേയം സഹായിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഹിന്ദിയിൽ ഇനിയും തിരിച്ചു വരാത്ത കാലമായ ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കാം. ഹിന്ദിയിൽ ഭൂതകാലത്തിന് 7 പിരിവുകളാണ് ഉള്ളത്. 1 സാമാന്യ ഭൂതകാൽ, 2 ആസന്ന ഭൂതകാൽ, 3 പൂർണ്ണ ഭൂതകാൽ, 4 സന്ദിഗ്ധ ഭൂതകാൽ, 5 അപൂർണ ഭൂതകാൽ, 6 താത്കാലിക ഭൂതകാൽ, 7 ഹേതു ഹേതുമത് ഭൂതകാൽ. നമുക്ക് സാമാന്യ ഭൂതകാലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു ക്രിയ എപ്പോഴോ നടന്നു കഴിഞ്ഞു, എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള ക്രിയയുടെ രൂപത്തെയാണ് സാമാന്യ ഭൂതകാൽ എന്ന് പറയുന്നത്. സാമാന്യ ഭൂതകാല ക്രിയ 4 വിധത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. എങ്ങനെയെന്ന് നോക്കാം. ക്രിയാധാതു അവസാനിക്കുന്നത് ആയിലാണ് എങ്കിൽ, അതായത് അകാരാന്ത ക്രിയാധാതു ആണ് എങ്കിൽ അതിൻ്റെ അവസാനത്തെ ആ എന്ന സ്ഥാനത്ത് പുല്ലിംഗ ഏകവചനമാണെങ്കിൽ ആ എന്നും, പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ എ എന്നും, സ്ത്രീലിംഗ ഏകവചനമാണെങ്കിൽ ഈ എന്നും, സ്ത്രീലിംഗ ബഹുവചനത്തിൽ ഈം എന്നും ചേർത്ത് നമുക്ക് സാമാന്യ ഭൂതകാലം ഉണ്ടാക്കാം. ജൈസെ പഡ്, പഠ, പഠേ, പഠി, പഠീം. ചൽ, ചല, ചലെ, ചലി, ചലീം. രണ്ടാമത്തെ രീതിയിൽ ആ കാരാന്തത്തിലും ഓ കാരാന്തത്തിലും അവസാനിക്കുന്ന ക്രിയാധാതുവാണെങ്കിൽ പുല്ലിംഗ ഏകവചനത്തിൽ യാ എന്നും, പുല്ലിംഗ ബഹുവചനമാണെങ്കിലോ യേ എന്നും, സ്ത്രീലിംഗ ഏകവചനമാണെങ്കിൽ ഈ എന്നും, സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ ഈം എന്നും ചേർത്ത് സാമാന്യ ഭൂതകാലം ഉണ്ടാക്കുന്നു. ജൈസെ ഖ, ഖായ, ഖായേ, ഖായി, ഖായീം. ആ, ആയ, ആയേ, ആയി, ആയീം. മൂന്നാമത്തെ രീതിയിൽ ക്രിയാധാതുക്കൾ ഈ കാരാന്തമോ ഏ കാരാന്തമോ ആയി വന്നാൽ പുല്ലിംഗത്തിലാണെങ്കിൽ ഈകാരാന്തമാക്കിയതിനു ശേഷം ഏകവചനത്തിൽ യാ എന്നും ബഹുവചനത്തിൽ യേ എന്നും ചേർക്കണം. ഇനി സ്ത്രീലിംഗ ഏകവചനത്തിൽ ഈകാരാന്ത ക്രിയാധാതുക്കൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല കേട്ടോ. പകരം ബഹുവചനത്തിലാണെങ്കിൽ അനുസ്വാരം ചേർത്തിട്ടാണ് മാറ്റം വരുത്തേണ്ടത്. ജൈസെ പി, പിയ, പിയേ, പി, പീം. ദേ, ദിയ, ദിയേ, ദീ, ദീം. ഞങ്ങൾക്കിതൊന്നും ബാധകമല്ലേ എന്ന് പറഞ്ഞു നിൽക്കുന്ന 4 ക്രിയാധാതുക്കളുണ്ട്. അതായത് ഈ നിയമങ്ങളൊന്നും അനുസരിക്കാത്ത ചിലർ. അവ ഏതൊക്കെയാണെന്നറിയാമോ? കർ, ജ, ചു, ഹോ. ഇവയുടെ പുല്ലിംഗങ്ങളും സ്ത്രീലിംഗങ്ങളും ഏകവചനവും ബഹുവചനവും ഒക്കെ കുറച്ച് വ്യത്യസ്തങ്ങളാണ് കേട്ടോ. കറാണെങ്കിൽ കിയ, കിയേ, കീ, കീം. ജായാണെങ്കിൽ ഗയ, ഗയേ, ഗയി, ഗയീം. ചൂ ആണെങ്കിൽ ചുവ, ചുയേ, ചുയി, ചുയീം. ഹോയാണെങ്കിൽ ഹുവ, ഹുയേ, ഹുയി, ഹുയീം. ഇങ്ങനെയാണ് മറ്റുള്ള ക്രിയാധാതുക്കളിൽ നിന്ന് ഈ 4 ക്രിയാധാതുക്കളും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഭൂതകാലത്തിൻ്റെ രണ്ടാമത്തെ പിരിവായ ആസന്ന ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കാം. അതായത് ഒരു പ്രവൃത്തി അങ്ങ് കഴിഞ്ഞേ ഉള്ളൂ. അങ്ങനെ പറയുന്ന ക്രിയയുടെ രൂപങ്ങളെയാണ് ആസന്ന ഭൂതകാൽ എന്ന് പറയുന്നത്. പൂർണ്ണ ഭൂതകാല ക്രിയയ്ക്ക് പകരമായി ചരിത്ര സംഭവങ്ങൾ പറയുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ആസന്ന ഭൂതകാല ക്രിയയാണ് ഉപയോഗിക്കുന്നത്. ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്രിയ അകർമ്മകമാണോ സകർമ്മകമാണോ എന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം ലിംഗവചനങ്ങൾക്കനുസരിച്ച് വേണം ആസന്ന ഭൂതകാല ക്രിയ ഉണ്ടാക്കുന്നതിന്. അകർമ്മക ക്രിയയാണ് എങ്കിൽ കർത്താവിൻ്റെ ലിംഗവചനങ്ങൾക്കനുസരിച്ച് സാമാന്യ ഭൂതകാല ക്രിയ രൂപത്തോടു കൂടി ഹേ, ഹേം, ഹൂം, ഹോ എന്നിവ ചേർത്ത് ആസന്ന ഭൂതകാല ക്രിയ ഉണ്ടാക്കാം. ക്രിയ സകർമ്മകത്തിലാണ് വരുന്നതെങ്കിൽ കർത്താവിനോടുകൂടി നേ എന്ന പ്രത്യയം ചേർക്കണം. അങ്ങനെ വരുമ്പോൾ കർമ്മത്തിൻ്റെ ലിംഗവചനങ്ങൾക്കനുസരിച്ചായിരിക്കും ക്രിയ മാറുന്നത്. സകർമ്മകവും കർമ്മം ഏകവചനവുമാണെങ്കിൽ സാമാന്യ ഭൂതകാല രൂപത്തോടുകൂടി ഹേ എന്നും, കർമ്മം ബഹുവചനമാണെങ്കിൽ സാമാന്യ ഭൂതകാല രൂപത്തോടുകൂടി ഹേം എന്നും ചേർക്കണം. ഇനി കർമ്മത്തോടുകൂടെ പ്രത്യയം വന്നാലോ? ക്രിയയുടെ സാമാന്യ ഭൂതകാല രൂപത്തോടുകൂടി ഹേ എന്ന് മാത്രം ചേർത്താൽ മതി.
ആദ്യം പറഞ്ഞ നിയമം ഒന്നുകൂടി ചുരുക്കി പറഞ്ഞെന്നേയുള്ളൂ. ഇത് കണ്ടിട്ട് ആരും പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഭൂതകാലക്രിയയുടെ ഈ 2 പിരിവുകളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായി അറിയിക്കണം. അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ.